സാഹചര്യം തീരെ പന്തിയല്ലെന്നും ഇറാനിൽ കഴിയുന്ന പ്രവാസി ഇന്ത്യക്കാർ എത്രയും വേഗം രാജ്യം വിട്ടുപോകണമെന്നും ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി ഒരു അഡ്വൈസറി പോലെ അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. എംബസിയെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറെല്ലാം നൽകിയിട്ടുണ്ട്. ഡോക്യുമെൻറ്റ്സ് എല്ലാം ക്ലിയറാക്കി വെച്ച് കിട്ടാവുന്ന മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എത്രയും വേഗം ഇറാൻ വിട്ടുപോകണമെന്നാണ് ഈ അഡ്വൈസറിയിൽ പറയുന്നത്. ഈദുൽ ഫിത്തറിൻ്റെ അവധിയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം വന്ന സമയം മുതൽ തിരക്കാണ്. എവിടേക്ക് പോകാൻ പറ്റും? UAE-യിൽ നിന്ന് 4 ദിവസത്തെ അവധി ചേർത്ത് കിട്ടുമ്പോൾ വിസ ഇല്ലാത്ത, വിസ എടുക്കേണ്ടാത്ത, ഓൺലൈനിൽ പോലും വിസ വേണ്ടാത്ത തരത്തിലുള്ള രാജ്യം ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പോകാം. പോയിട്ടില്ലെങ്കിൽ നല്ലൊരു അനുഭവമാകട്ടെ എന്ന് കരുതിയിട്ട് ഓരോരുത്തർ ഇപ്പോൾ പല രാജ്യങ്ങളിലും ടിക്കറ്റിന് തിരയുകയാണ് എന്നാണ് ട്രാവൽ മേഖലയിൽ നിന്നുള്ള റിപ്പോർട്ട് പറയുന്നത്. മാർച്ച് 19 വ്യാഴം, പിന്നെ വെള്ളി, ശനി, ഞായർ, അങ്ങനെ 22 വരെ 4 ദിവസമാണ് അവധി കിട്ടുക. ഗവൺമെൻറ് സെക്ടറിനും സ്വകാര്യ മേഖലയ്ക്കും ഇങ്ങനെ അവധി വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എല്ലാ വർഷവും ഞങ്ങൾ പറയുന്നത് ഓർമ്മിപ്പിക്കുകയാണ്. സ്വകാര്യ മേഖലയിൽ ഓരോരുത്തരുടെ തൊഴിൽ ഇൻഡസ്ട്രി എന്താണോ അതനുസരിച്ചിട്ടുള്ള അവധിയെടുക്കാൻ സാഹചര്യം കണ്ടെത്തണം എന്ന കാര്യമാണത്. ഉദാഹരണത്തിന് റെസ്റ്റോറൻറ്റുകളിൽ ജോലി ചെയ്യുന്നവർ, സൂപ്പർ ഹൈപ്പർ മാർക്കറ്റുകളിൽ, അങ്ങനെ അവശ്യ സർവീസുകളും തോന്നാവുന്ന, അതുപോലെ ഡെലിവറി ബോയ്സ്, അങ്ങനെയുള്ള പല മേഖലകളിലും മറ്റുള്ളവർ അവധിയെടുക്കുമ്പോൾ അവർക്ക് സേവനം ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന നിരവധി തൊഴിലാളികളുണ്ട്. അവർക്കൊക്കെ കോമ്പൻസേറ്ററി ലീവ് പിന്നീട് എടുക്കാൻ പറ്റും, അല്ലാതെ എല്ലാവർക്കും കൂടി അവധിയെടുക്കാൻ പറ്റുന്നതല്ല. അങ്ങനെയുള്ള ആളുകൾ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് എക്സ്ട്രാ ആനുകൂല്യം കിട്ടുന്ന സംവിധാനം ഉള്ള രാജ്യമാണ് UAE. അതൊക്കെ അറിഞ്ഞുകൊണ്ട് തൊഴിലുടമയും തൊഴിലാളികളും പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്ന കാര്യം കൂടി സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർ മനസ്സിലാക്കേണ്ടതാണ്. ഫെബ്രുവരി 23 തിങ്കളാഴ്ച ഇന്ന് രാത്രി ഒരു 10-11 മണി മുതൽ മഞ്ഞ് ആരംഭിക്കുമെന്നും നാളെ ചൊവ്വാഴ്ച രാവിലെ 10 മണി വരെ പലയിടങ്ങളിലും കനത്ത മൂടൽമഞ്ഞിൻ്റെ അവസ്ഥ ഉണ്ടാകുമെന്നും NCM മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇന്നലെ രാത്രിയും 11 മണി കഴിഞ്ഞ് അതിശക്തമായ മൂടൽമഞ്ഞാണ് പലയിടങ്ങളിൽ അനുഭവപ്പെട്ടത്. റോഡപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേഗത കുറച്ച് വാഹനം ഓടിക്കണം എന്ന രൂപത്തിൽ NCM-ഉം വിവിധ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുകളും മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. 3.5 പതിറ്റാണ്ടിലധികം അബുദാബിയിൽ ജോലി ചെയ്ത, ഒപ്പം മാധ്യമരംഗത്തും സാഹിത്യരംഗത്തും ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ ജലീൽ രാമന്തളി ഇന്നലെ രാത്രി നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി. അദ്ദേഹം ഇന്നലെ രാത്രി 2 മണിയോടുകൂടി നാട്ടിൽ രാമന്തളിയിലെ വീട്ടിൽ വെച്ച് അദ്ദേഹത്തിനൊരു നെഞ്ചുവേദന അനുഭവപ്പെടുകയും ബന്ധുമിത്രാദികൾ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും വഴിയിൽ വെച്ച് മരണമടയുകയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സൗഹൃദ വൃന്ദം വളരെ വലുതാണ്. ഇവിടെ ഗൾഫിൽ സാഹിത്യവുമായി, അക്ഷരങ്ങളുമായി, മാധ്യമങ്ങളുമായി ബന്ധമുള്ള എല്ലാവർക്കും 80കളുടെ തുടക്കം മുതൽ വളരെ സജീവമായി അദ്ദേഹത്തെ അടുത്തറിയുകയും അദ്ദേഹത്തിൻ്റെ സാമീപ്യവും സ്നേഹബന്ധങ്ങളും ഏറ്റുവാങ്ങുകയും ചെയ്തിട്ടുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്. ഇവിടുത്തെ ഇംഗ്ലീഷ് ഓൺലൈൻ മാധ്യമങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇപ്പോൾ അനുസ്മരണ കുറിപ്പുകൾ എഴുതുകയാണ്. UAE-യുടെ മൺമറഞ്ഞ പ്രസിഡന്റ് ഷെയ്ഖ് സായദിനെക്കുറിച്ച് ആദ്യമായി ഒരു ഭാഷാ പുസ്തകം, അത് മലയാളത്തിലാവട്ടെ, ഹിന്ദിയിലാവട്ടെ, ഇംഗ്ലീഷിലാവട്ടെ, അദ്ദേഹത്തെക്കുറിച്ചൊരു പുസ്തകം എഴുതി എന്നതിൻ്റെ ക്രെഡിറ്റ് തന്നെ ജലീൽ രാമന്തളിക്കാണ്. അതുപോലെ 10-12ലധികം പുസ്തകങ്ങൾ, അദ്ദേഹം നിരവധി മാഗസിനുകളിലും ന്യൂസ് പേപ്പറുകളിലും എഴുതിയ കോളങ്ങൾ, അതൊക്കെ പിന്നീട് പുസ്തകങ്ങളായി മാറിയത്, നല്ലൊരു പ്രസംഗകൻ, ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും സാഹിത്യത്തിനും അക്ഷരങ്ങൾക്കും സംഭാവന നൽകിയ ജലീൽ രാമന്തളിയുടെ ഈ 70-ാം വയസ്സിലെ വേർപാട് ഒരു വലിയ നഷ്ടമായി പ്രവാസി സമൂഹം കണക്കുകൂട്ടുകയാണ്. ആദരാഞ്ജലികൾ. Night updates supported by Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Arin Bakers, eLessons.net, Kisa Floor Mills, Best Express Cargo, Fira Foods, Dhanvantari Ayurveda, Alusud Cargo, Gold Star Rent a Car, Dr. Rasina Ayurvedic Clinic, Hain Golden Diamonds, Choco World, Abu Dhabi.